ഏവർക്കും സ്നേഹവന്ദനം. ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളിലും ഓരോ മേഖലയിലും ദൈവം സ്ത്രീയെ പുതുക്കുന്നു, പുതിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയാക്കുന്നു. വെല്ലുവിളികളിൽ തളരാതെ വിശ്വാസത്തോടെ മുന്നോട്ടു പോകുവാൻ ദൈവം അവൾക്ക് ധൈര്യവും ബലവും നൽകുന്നു. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യയിലെ വിശ്വാസ സമൂഹത്തോട് ഇങ്ങനെ പറയുന്നു: അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. 2 കൊരിന്ത്യർ 4:16. ഈ വേദഭാഗത്തെ ആധാരമാക്കി മാർത്തോമ്മ സുവിശേഷ സേവികാ സംഘം മുംബൈ ഭദ്രാസനം 2026 വാർഷിക ക്യാമ്പിൻ്റെ തീം പുതുക്കപ്പെട്ട സ്ത്രീ പുതുക്കപ്പെട്ട സഭയ്ക്കായി, റിന്യൂഡ് വിമൻ ഫോർ എ റിന്യൂഡ് ചർച്ച് ഞങ്ങൾ സന്തോഷപൂർവ്വം അവതരിപ്പിച്ചുകൊള്ളട്ടെ. ശ്രദ്ധിച്ചാലും. എടി മോളി, നീ ഇന്ന് ഈ ബാഗുമായിട്ട് എങ്ങോട്ടാ? നാളെ അല്ലയോ നമ്മൾ പോകുന്നത്? എവിടെ പോകുന്ന കാര്യമാണ് ലിസി നീ പറയുന്നത്? ഓ, നീ എന്താ ഒന്നും അറിയാത്തതുപോലെ. നാളെ നമ്മുടെ സേവ്യാ സംഘത്തിന്റെ ക്യാമ്പിന് ഔറംഗാബാദിൽ പോകുന്ന കാര്യം നീ അങ്ങ് മറന്നോ? നീ വരുന്നില്ലേ? എന്റെ പൊന്നെ, ഔറംഗാബാദിലും ഹൈദരാബാദിലും ഒന്നും പോകാൻ ഞാനില്ലേ ഇല്ല. ഞാൻ എന്റെ സ്കൂൾ ഫ്രണ്ട്സിനെ ഒന്ന് കാണുവാൻ പൂനെക്ക് പോകാൻ നിൽക്കുക. ഒരു ഔട്ടിംഗ് ഒക്കെ കഴിയുമ്പോൾ ഒരു പുതിയ ജീവിതം കിട്ടിയ ഫീലാണ് എനിക്ക്. നീ കാര്യമായിട്ട് പറയണോ മോളി, അതോ എന്നെ കളിപ്പിക്കുകയാണോ? ഞാൻ കാര്യമായിട്ട് തന്നെ പറയുക. വെറുതെ സമയം കളയാമെന്നല്ലാതെ ഇതിനൊക്കെ പോയിട്ട് എന്തോ പ്രയോജനമാണുള്ളത്? നിനക്കിത് എന്താ പറ്റിയത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. പാരമ്പര്യമുള്ള മാർത്തോമ കുടുംബത്തിൽ ജനിച്ചു വളർന്ന നിനക്ക് ഇതെന്താ സംഭവിച്ചത്? എനിക്കൊന്നും പറ്റിയിട്ടില്ല. എന്റെ നോട്ടത്തിൽ ഇങ്ങനെ ജോലിയും വേലയുമില്ലാതെ പള്ളി, പ്രാർത്ഥന, കൂട്ടായ്മ എന്നും പറഞ്ഞ് നടക്കുന്ന നിങ്ങൾക്കൊക്കെയാണ് കുഴപ്പം. ദൈവമേ, ഇവൾക്കിത് എന്തു പറ്റി? നിന്റെ പ്രശ്നം എന്താണെന്നൊന്ന് പറയാമോ? എന്റെ പൊന്നു ലിസി, ഞാനും നിങ്ങളെപ്പോലെയൊക്കെ പള്ളിയിലും കൂട്ടായ്മയിലുമൊക്കെ പ്രവർത്തിക്കണമെന്ന് വിചാരിക്കും. പക്ഷേ നാട്ടിലെയും വീട്ടിലെയും ഓഫീസിലെയും ഓരോരോ വിഷയങ്ങൾ, അതിനിടയ്ക്ക് ഇനി പള്ളിക്കാര്യവും ആത്മീയവും കൂടെ തലയിൽ കയറ്റിവെക്കാൻ എനിക്കെങ്ങും വയ്യ. നിനക്ക് പിന്നെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ, അതുകൊണ്ട് നിനക്കിതിനൊക്കെ പോകാൻ താല്പര്യം കാണും. മോളി, നീ കരുതുന്ന പോലെയല്ല. പ്രശ്നങ്ങളില്ലാത്തവരായി ആരും തന്നെ ഇല്ല. എന്നാൽ അതിനെയൊക്കെ അതിജീവിച്ചു പോകണമെങ്കിൽ നമുക്ക് പ്രാർത്ഥനയും വചന കേൾവിയും കൂട്ടായ്മയും ഒക്കെ വളരെ ആവശ്യമാണ്. അത് നീ മനസ്സിലാക്കണം. അതിജീവിച്ചു കൊള്ളാം. ജീവൻ ഉണ്ടായിട്ട് വേണമല്ലോ അതിജീവിക്കാനും പുതുജീവിക്കാനുമൊക്കെ. വ്യക്തികളിലും കുടുംബത്തിലും സഭയിലുമൊക്കെ ഒരു തരത്തിലുള്ള മന്ദതയല്ലേ നമുക്ക് അനുഭവപ്പെടുന്നത്? മുന്നിട്ടിറങ്ങുന്നവരെ അധിക്ഷേപിക്കുക, നിരുത്സാഹപ്പെടുത്തുക, ചടങ്ങുകൾ പോലെ ഓരോന്നൊക്കെ ചെയ്യുക, ഇതൊക്കെയല്ലേ നാം എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്? നീ പറയുന്നതൊക്കെ ശരി തന്നെ. പക്ഷേ ഇതൊക്കെ ഈ കാലഘട്ടത്തിലെ മാത്രം പ്രത്യേകതയൊന്നുമല്ല. പണ്ട് മുതലേ മനുഷ്യൻ ഇതൊക്കെ അനുഭവിച്ചു വരുന്നതാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ പ്രതികൂലങ്ങളെയും വെല്ലുവിളികളെയും ഒക്കെ അതിജീവിച്ച് സഭയ്ക്കും സമൂഹത്തിനും പുതുജീവൻ നൽകിയ അനേക സ്ത്രീകളെ വേദപുസ്തകത്തിലും നമുക്ക് കാണുവാൻ കഴിയും. നീ ഇങ്ങോട്ടൊന്ന് വന്നേ. അവരിൽ ചിലരെയൊക്കെ ഞാൻ നിനക്കൊന്ന് കാണിച്ചു തരാം. നീ ഇവരുടെയൊക്കെ ജീവിതം ഒന്ന് കണ്ടു നോക്കിക്കേ. ഹോ, എന്തൊരു സന്തോഷം വീണ്ടും ഇവിടെ എത്തിയപ്പോൾ. ഞാനും എന്റെ ജീവിത പങ്കാളിയും ഒരുമിച്ച് കഴിഞ്ഞ മമ്രയുടെ തോപ്പ് തന്നെ അല്ലേ ഇത്? അന്നുണ്ടായിരുന്ന സുന്ദരമായ പച്ചപ്പും പക്ഷികളുടെ മധുരമായ ശബ്ദവും ഒന്നും പണ്ടത്തെ പോലെ ഇന്നില്ലല്ലോ. നൂറ്റാണ്ടുകൾ എത്ര പിന്നിട്ടിരിക്കുന്നു. കാലം വരുത്തുന്ന മാറ്റങ്ങളൊക്കെ നാം അംഗീകരിക്കണമല്ലോ. സഹോദരി, താങ്കൾ ആരാണ്? ഈ പ്രദേശത്ത് ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ശരിയാണ്, ഈ ദേശത്ത് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഞാൻ വെറും സാധാരണക്കാരിയായ ഒരു കുടുംബിനി. ഒരു പക്ഷേ പറഞ്ഞാൽ മനസ്സിലാകുമായിരിക്കും, ഞാൻ
ലെപ്പിദോത്തിന്റെ ഭാര്യ. ഓ, ദെബോറ. പക്ഷേ സഹോദരിയെ എനിക്ക് മനസ്സിലായില്ലല്ലോ. ഞാൻ അബ്രഹാമിന്റെ ഭാര്യ സാറയാണ്. ഓ, വിശ്വാസികളുടെ മാതാവ് അല്ലേ? അബ്രഹാമിന്റെ ഭാര്യ എന്നതിൽ കൂടുതലായി ഞങ്ങൾ സഹോദരിയെ അറിയുന്നത് വിശ്വാസികളുടെ മാതാവ് എന്നാണ്. അതൊക്കെ ശരി തന്നെ. എന്നാൽ മാനുഷികമായ പല കുറവുകളും ബലഹീനതകളും ഉള്ള ഒരു സ്ത്രീ ആയിരുന്നു ഞാനും. എന്റെ ഭൃത്യയായ ഹാഗാറിനോട് അസൂയയും പിണക്കവും ഒക്കെ കാണിച്ച ഒരു ക്രൂരയായ സ്ത്രീ. വാഗ്ദത്ത സന്തതിയെ ലഭിക്കുമെന്നുള്ള ദൈവത്തിന്റെ വാഗ്ദാനത്തെ പോലും അവിശ്വസിച്ചവളായിരുന്നു ഞാൻ. എങ്കിലും അവയൊക്കെയും അതിജീവിക്കുവാനും വിശ്വാസികളുടെ മാതാവെന്ന് അറിയപ്പെടുവാനും യഹോവ എന്നെ ഇടയാക്കി. പക്ഷേ മാനുഷികമായ ഇത്തരം ബലഹീനതകൾ നിന്നെ വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും പുതു ചൈതന്യം തരികയുമല്ലേ ചെയ്തത്? തീർച്ചയായും. വിളിച്ചവൻ വിശ്വസ്തനായിരുന്നു. വാഗ്ദത്തം നൽകിയവൻ വിശ്വസ്തനെന്ന ബോധം ഏറ്റവും ഉറയ്ക്കുവാൻ എന്റെ അനുഭവങ്ങൾ എന്നെ സഹായിച്ചു. യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദെബോറേ, നിനക്കും പറയുവാനുണ്ടായിരിക്കുമല്ലോ എന്തെങ്കിലുമൊക്കെ ജീവിതാനുഭവങ്ങൾ. അതെ, സ്ത്രീകൾ അടിച്ചമർത്തപ്പെട്ട കാലത്ത് ജീവിച്ചിരുന്ന എനിക്ക് വ്യത്യസ്തമായി ചിന്തിക്കുവാൻ സാധിച്ചിരുന്നു. ഇസ്രായേൽ ജനതയ്ക്ക് പ്രത്യാശയും ആത്മധൈര്യവും നൽകുവാനും സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുവാനും യഹോവ എന്നെ ഉപയോഗിച്ചു. ശരിയാണ് ദെബോറ, നീ ഒരു യോദ്ധാവ്, ന്യായാധിപ, പ്രവാചകി, ഗാനരചയിതാവ് എന്നതിനൊക്കെ അപ്പുറമായി നിന്നെ ഇസ്രായേൽ ജനതയുടെ മാതാവെന്നുപോലും ഗാനങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ദൈവമേൽപ്പിച്ച വ്യത്യസ്തമായ എല്ലാ ഉത്തരവാദിത്വങ്ങളോടും ഒപ്പം ദൈവം നൽകിയ കഴിവുകൾ, സമയം, സമ്പത്ത് ഇവയൊക്കെ മറ്റുള്ളവരുടെ നന്മയ്ക്കായി ഞാൻ ഉപയോഗിച്ചു എന്ന് മാത്രം. അതുതന്നെയാണ് ദൈവം അന്നും ഇന്നും നാം ഓരോരുത്തരിൽ നിന്നും ആഗ്രഹിക്കുന്നത്. എവിടെയോ ഞാൻ പൗതിയെ കണ്ടിട്ടുണ്ടല്ലോ. നല്ല മുഖപരിചയം. പക്ഷേ എന്റെ പ്രായം കൊണ്ടാണോ എന്തോ പേരോർമ്മ വരുന്നില്ല. പറയാം. ഒരുപാട് വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ കുടുംബജീവിതത്തിൽ അനുഭവിച്ചവളാണ് ഞാൻ. നിഷ്ഠൂരനും ദുഷ്കർമ്മിയും മദ്യപാനിയും ഒക്കെ ആയിരുന്നു എൻ്റെ ഭർത്താവ്. ധനമുണ്ടെങ്കിൽ എന്ത്, വിവേകമില്ലെങ്കിൽ എന്തു പ്രയോജനം? അദ്ദേഹത്തോടൊപ്പം കഴിഞ്ഞ ദിനങ്ങൾ ഓർക്കാനേ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നീ ആ നാബാലിന്റെ ഭാര്യയല്ലേ? അതെ, ഞാൻ നാബാലിന്റെ ഭാര്യയായിരുന്ന അബിഗയിൽ. വിവേകമതി, സുന്ദരി എന്നൊക്കെയാണല്ലോ ഞങ്ങൾ നിന്നെ പറ്റി കേട്ടിട്ടുള്ളത്. നിനക്കും ഇങ്ങനെയുള്ള ഒരു ഭൂതകാലം ഉണ്ടായിരുന്നുവോ? അതേ സഹോദരിമാരെ, എനിക്കുമുണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരു ഭൂതകാലം. എന്നിരുന്നാലും ദൈവിക പരിജ്ഞാനത്താൽ ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ അദ്ദേഹത്തെ സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും എനിക്ക് സാധിച്ചു. അതെ അതെ, ദൈവകൃപയുള്ളവർക്ക് മാത്രമേ ഇങ്ങനെ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ദാവീദ് രാജാവിനെ പോലും അപമാനിച്ച എൻ്റെ ഭർത്താവിനെയും ഞങ്ങൾക്കുണ്ടായിരുന്ന സകലത്തെയും രാജാവിന്റെ പ്രതികാരത്തിൽ നിന്ന് രക്ഷിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കൈ എന്നോട് കൂടെയുണ്ടായിരുന്നു. അതെ, അതുകൊണ്ട് തന്നെയല്ലേ നിന്നെ ദൈവം ദാവീദ് രാജാവിന്റെ രാജ്ഞി എന്ന പദവിയിൽ വരെ എത്തിച്ചത്. ഭവനത്തിലെ ദുരനുഭവങ്ങൾ എന്നെ ഒരു പുതുക്കപ്പെട്ട വ്യക്തിത്വത്തിന്റെ ഉടമയാക്കി, സമൂഹത്തിന് പ്രയോജനമുള്ളവളാക്കി. സകല മഹത്വവും എൻ്റെ ദൈവത്തിന്. നൂറ്റാണ്ടുകൾക്കിപ്പുറം കാലസമ്പൂർണതയിൽ ഈ ലോകത്തിന്റെ വീണ്ടെടുപ്പിനായി ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചു. അവനിൽ വിശ്വസിച്ച് അവനെ അനുഗമിച്ചിരുന്നവരിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരുവളായിരുന്നു മഗ്ദലന മറിയം.
നിങ്ങൾ അവളെപ്പറ്റി കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. അതാ നോക്കൂ, ആരാ വരുന്നതെന്ന്. നിന്നെപ്പറ്റി ഞാൻ ഇവരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വരൂ. ഇവളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന മറിയ, മഗ്ദലന മറിയ. മറിയേ, ഇതാരാണ് നിന്റെ കൂടെ വന്നിരിക്കുന്നത്? ഇവൾ ലുദിയ, സഭയുടെ നന്മയ്ക്കു വേണ്ടി ഒരുപാട് അധ്വാനിച്ചവളാണിവൾ. മറിയേ, നീ എങ്ങനെയായിരുന്നു യേശു കർത്താവിനെ പരിചയപ്പെട്ടത്? പറയാം, അതൊരു വലിയ കഥയാണ്. ധനികയായിരുന്നുവെങ്കിലും എന്റെ ജീവിതം വളരെ ശോചനീയമായിരുന്നു. എന്റെ അഹന്തയും ലോക ഇമ്പങ്ങളോടുള്ള ആസക്തിയും ദുരാഗ്രഹവും അസൂയയും ദേഷ്യവും പകയും അലസതയും എല്ലാം എന്നെ മാനസികമായി തകർത്തു. ഒരു ഭ്രാന്തിയായി ഞാൻ മാറിയിരുന്നു. എല്ലാവരാലും ഞാൻ വെറുക്കപ്പെട്ടു. 7 ഭൂതങ്ങൾ ബാധിച്ചവൾ എന്നാണ് ഞാൻ അറിയപ്പെട്ടിരുന്നത്. അങ്ങനെ നിരാശയിൽ കഴിഞ്ഞിരുന്ന ആ ദിവസങ്ങളിൽ യേശു എന്ന ആ ശ്രേഷ്ഠ ഗുരുവിന്റെ അടുക്കൽ ചെല്ലുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. എന്നിലേക്ക് പകരപ്പെട്ട അവന്റെ ദിവ്യ ചൈതന്യം എനിക്ക് സൗഖ്യവും സമാധാനവും എന്തെന്നില്ലാത്ത ഒരു പ്രത്യാശയും നൽകി. അങ്ങനെ അവന്റെ വിശ്വസ്ത ശിഷ്യയായി ഞാൻ അവനെ അനുഗമിച്ചു. അന്ന് നീ അനുഭവിച്ച സന്തോഷവും സമാധാനവും ഇന്നും നിന്റെ മുഖത്ത് ഞങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. മറിയേ, അക്കാലത്ത് റബിമാരോടൊപ്പം സഞ്ചരിക്കുവാൻ സ്ത്രീകൾക്ക് സാധിക്കുമായിരുന്നോ? അതിനുള്ള ധൈര്യം നിനക്ക് എങ്ങനെ കിട്ടി? എന്റെ രോഗത്തിന് സൗഖ്യവും പാപത്തിന് വിടുതലും നൽകിയ എന്റെ രക്ഷകനെ ഞാൻ ആഴമായി സ്നേഹിച്ചിരുന്നു. ആ സ്നേഹത്തിൽ നിന്നും എനിക്ക് ലഭിച്ച ധൈര്യം അവനെ അനുഗമിക്കുവാൻ എന്നെ പ്രാപ്തയാക്കി. മറിയേ, ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ആദ്യം കണ്ടതും സംസാരിച്ചതും നീ ആയിരുന്നു അല്ലേ? അതെ, ഉയർത്തെഴുന്നേൽപ്പിന് മാത്രമല്ല, അവന്റെ പീഡാനുഭവത്തിനും മരണത്തിനും കബറടക്കത്തിനും എല്ലാം ഞാൻ സാക്ഷിയായിരുന്നു. അതീവ ദുഃഖത്തിലും ഭയത്തിലുമായിരുന്ന എനിക്ക് അവൻ ധൈര്യം നൽകി. അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന സദ്വാർത്ത ശിഷ്യന്മാരെ അറിയിക്കുവാനുള്ള നിയോഗവും അവൻ എനിക്ക് നൽകി. മറിയ, പുനരുത്ഥാനമെന്ന യാഥാർത്ഥ്യത്തെ പ്രഖ്യാപിക്കുവാൻ അയക്കപ്പെട്ട ആദ്യത്തെ മിഷണറിയായ നിന്നെക്കുറിച്ച് സ്ത്രീ സമൂഹം മുഴുവനും അഭിമാനിക്കുന്നു. മറിയയെപ്പോലെ ഒരു മിഷണറി ആയിരുന്ന പൗലോസ് ഫിലിപ്പിയയിൽ വന്നപ്പോഴാണ് ബിസിനസ് ആവശ്യങ്ങൾക്കായി അവിടെ ആയിരുന്ന ഞാൻ യേശുവിനെപ്പറ്റി കേൾക്കാൻ ഇടയായത്. യഹൂദന്മാരുടെ ഏകദൈവ വിശ്വാസവും ആരാധനയും ഉന്നതമായ ജീവിത മൂല്യങ്ങളും ബഹുദൈവ വിശ്വാസിയായിരുന്ന എന്നെ വളരെ ആകർഷിച്ചിരുന്നു. ഫിലിപ്പിയിൽ വന്നപ്പോൾ എല്ലാ ശബത ദിവസങ്ങളിലും പുഴവക്കത്ത് ആരാധനയ്ക്കായി കൂടി വരുമായിരുന്ന യഹൂദ സ്ത്രീകൾക്കൊപ്പം ഞാനും ആ കൂട്ടായ്മയിൽ ക്രമമായി പങ്കെടുത്തു. എന്തായിരുന്നു ലുദിയ ആ കൂട്ടായ്മയിൽ ക്രമമായി സംബന്ധിക്കുവാൻ നിന്നെ പ്രേരിപ്പിച്ചത്? സത്യദൈവത്തെ കണ്ടെത്തുവാനുള്ള എൻ്റെ ഉള്ളിലെ അതിയായ ആഗ്രഹമാണ് എന്നെ അതിന് പ്രേരിപ്പിച്ചത്. എന്നിട്ട് ആ സത്യദൈവത്തെ കണ്ടെത്തുവാൻ നിനക്ക് സാധിച്ചുവോ? തീർച്ചയായും. പൗലോസ് അപ്പോസ്തലന്റെ പ്രസംഗത്തിലൂടെ ഏക സത്യദൈവത്തെ കണ്ടെത്തുവാനും യേശുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കുവാനും എനിക്ക് സാധിച്ചു. നിന്റെ കുടുംബം നിന്റെ ഈ പുതിയ വിശ്വാസത്തെ അംഗീകരിച്ചോ? അതെ, എന്റെ സ്വഭാവത്തിലും മനോഭാവത്തിലും വന്ന മാറ്റം എന്റെ കുടുംബവും യേശുവിൽ വിശ്വസിക്കുവാനും ഞങ്ങൾ സ്നാനപ്പെട്ട് സഭയോട് ചേരുവാനും കാരണമായി. ദൈവവചന കേൾവിയിലൂടെ നിനക്കും കുടുംബത്തിനും വന്ന രൂപാന്തരം എത്രയോ അത്ഭുതകരമാണ്. അങ്ങനെ എന്റെ ഭവനം വിശ്വാസികൾ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും കൂടി വരുന്ന ഒരു സ്ഥലമായി മാറി. നോക്കൂ, വിശ്വാസികളുടെ മാതാവായി എന്നെ ദൈവം രൂപപ്പെടുത്തിയെടുത്തതുപോലെ കാലാകാലങ്ങളിൽ നിങ്ങളെ ഓരോരുത്തരെയും രൂപാന്തരപ്പെടുത്തി വിശ്വാസ സമൂഹത്തിന്റെ പുതുക്കത്തിനായി ഉപയോഗിച്ചു. അതെ അതെ, എല്ലാം ദൈവത്തിന്റെ കൃപ. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നാം അധൈര്യപ്പെട്ടു പോയപ്പോൾ നമ്മുടെ മനസ്സിനെയും ആത്മാവിനെയും പുതുക്കി നമ്മെ വഴി നടത്തിയ ദൈവകൃപ എത്ര വർണ്ണിച്ചാലും മതിയാവില്ല. മോളി, ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ? ദൈവത്തിലുള്ള വിശ്വാസത്തിൽ ശക്തീകരിക്കപ്പെട്ട് വ്യക്തിപരമായി പുതുക്കം പ്രാപിക്കുമ്പോൾ സഭയിലും നമ്മളായിരിക്കുന്ന എല്ലാ ഇടങ്ങളിലും
ഫലകരമായി ശുശ്രൂഷ ചെയ്യുവാൻ നാം പ്രാപ്തരാകും. ശരിയാണ് ലിസി. ഞാൻ എന്റെ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുവാനാണ് ശ്രമിക്കുന്നതെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ഞാൻ പൂനെക്ക് പോകുന്നില്ല. ഞാനും നിന്റെ കൂടെ ഔറംഗാബാദിലെ ക്യാമ്പിന് വരികയാണ്. ഒരു പുതുക്കപ്പെട്ട ഭവനത്തിനായി, ഒരു പുതുക്കപ്പെട്ട സഭയ്ക്കായി, ഒരു പുതുക്കപ്പെട്ട സ്ത്രീയായി തീരുവാൻ. ദൈവമേ, അങ്ങ് ഇവൾക്ക് കൊടുത്ത പുതുക്കത്തിനായി 1000 സ്തോത്രം. വാ മോളി, നമുക്കൊരുമിച്ച് ദൈവരാജ്യ കെട്ടുപണിക്കായി നമ്മളാലാവോളം പ്രയത്നിക്കാം. ദൈവം അന്നും ഇന്നും സ്ത്രീയെ സഭയുടെ പുതുക്കത്തിനായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ആ മഹത്തായ ദൗത്യത്തിൽ പങ്കാളികളാകുവാൻ നമ്മെയും അവൻ യോഗ്യതയുള്ളവർ ആക്കട്ടെ.